എൻ്റെ ഫസ്റ്റ് ഡയറക്ടറാണ് മലയാളത്തിലെ. സോ നിങ്ങൾ ഓഹോ എന്ന് പോകുന്ന പോലെ ഞാൻ ഓഹോ എന്ന് പോകുന്നു വിചാരിക്കുന്നു. ഇന്ന് നല്ലൊരു ദിവസമാണ്. വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അത് വേറൊന്നുമല്ല, ഇന്ന് നല്ല ദിവസമാണെന്ന് പറയാൻ കാര്യം, ഇന്ന് വേറൊരു പടത്തിന്റെ പൂജ ഇന്ന് വൈകിട്ട് IMA ഹാളിൽ നടക്കുന്നുണ്ട്. ഞാൻ ഹീറോ ആയിട്ടുള്ള പടത്തിന്റെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അന്വേഷിച്ച് ഇതിന്റെ ഒരു സമയമൊക്കെ നോക്കിയപ്പോൾ ഇന്ന് വളരെ നല്ല ദിവസമാണ്, ഒരു സിനിമ തുടങ്ങാൻ പറ്റിയ ദിവസമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമയും ഗംഭീര സിനിമ ആവട്ടെ. പിന്നെ ഈ പറയുന്ന കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ ഈ കൊല്ലം മലയാള സിനിമ ഒരുപാട് 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 ഉയരങ്ങളിലേക്ക് എത്തിയ വർഷമാണ്. ലോകത്തുള്ള എല്ലാ ആളുകളും ഈ OTT-യിലൂടെയും അല്ലാതെയും ഒക്കെ മലയാള സിനിമയെ വാനോളം പുകഴ്ത്തുന്ന സമയമാണ്. അത്രയും നല്ല കോണ്ടന്റുകൾ ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ പുതിയ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവുന്നു, പുതിയ സംവിധായകരുണ്ടാവുന്നു, പുതിയ താരങ്ങളുണ്ടാകുന്നു. അതൊരു വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് പുതിയ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യാൻ കാണിക്കുന്ന നിങ്ങളുടെ മനസ്സിനാണ് ആദ്യത്തെ സല്യൂട്ട്. പ്രൊഡ്യൂസർക്കാണ് ആദ്യത്തെ സല്യൂട്ട് നമ്മൾ ചെയ്യേണ്ടത്. പിന്നീട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ ഒരു സിനിമയുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്ന ഡയറക്ടർക്കും. അപ്പോൾ പിന്നെ ഈ പറയുന്ന നിങ്ങൾ രണ്ടുപേർക്കും പുതിയ, എനിക്ക് തോന്നുന്നു കുറെ ആർട്ടിസ്റ്റുകളും പുതിയ ആളുകൾ തന്നെയല്ലേ. ഈ പടത്തില് ഇവര് മാത്രമല്ല കേട്ടോ, ഒരുപാട് ആർട്ടിസ്റ്റുകൾ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്ന സിനിമയാണ്. അങ്ങനെ സംഭവിക്കട്ടെ. ഇനിയും നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. ഇതാണ് കലാഭവൻ മധു. വർഷങ്ങളായിട്ട് കലാഭവനില് മിമിക്രി, അതായത് ഒരുപാട് കുട്ടികളെ, എനിക്ക് തോന്നുന്നു ഒരു 5000-ന് മുകളിൽ അല്ലെങ്കിൽ ഒരു 10,000-ന് മുകളിൽ കുട്ടികളെ മിമിക്രി പഠിപ്പിക്കുകയും അവരെ മുന്നണിയിലേക്ക് എത്തിക്കുകയും ചെയ്ത ആളാണ്. വർഷങ്ങളായിട്ട് കോമഡി, അതായത് സിനിമാല എന്ന പ്രോഗ്രാമിൽ എഴുതിയിരുന്ന ആളാണ്. നമ്മളുടെ എല്ലാവരെയും അറിയാവുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിന്റെ റൈറ്ററാണ്. ഞങ്ങൾ ഒരുമിച്ച് ബഡായി ബംഗ്ലാവ് എന്റെയും അധ്യാപകനാണ്. എന്നെ ആദ്യമായിട്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്ന റൈറ്റർ എന്ന് പറഞ്ഞത് പോലും ഇദ്ദേഹത്തിന് അവകാശപ്പെട്ടാണ്. കാരണം ആദ്യമായിട്ട് എന്നോട് പേപ്പർ മടക്കി ലെഫ്റ്റ് സൈഡിൽ സിറ്റുവേഷൻ, റൈറ്റ് സൈഡിൽ ഡയലോഗ് എന്ന് പറഞ്ഞു തന്ന എൻ്റെ അധ്യാപകനാണ് മധു സാറ്. അദ്ദേഹം വിളിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ വേദിയിൽ വന്നത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വേദിയിൽ നിൽക്കാനും അതുപോലെ വെടിക്കെട്ടെന്നുള്ള സിനിമ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുകയും ചെയ്തു. മധു സാറിന് ഒരുപാട് വലിയ വലിയ ശിഷ്യന്മാരുണ്ട് കേട്ടോ, ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അത് ആരൊക്കെയാണെന്ന് മധു സാർ തന്നെ പറയും. അപ്പോൾ എന്തായാലും മധു സാറിനും വിളിച്ചതിന് മധു സാറെ താങ്ക് യു. മലയാളത്തിലെ പുതിയ പുതിയ പ്രൊഡക്ഷൻ കമ്പനികൾ വരുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇനി ഇങ്ങനെയുള്ള കമ്പനികൾ വന്നില്ലെങ്കിൽ, സിനിമയില്ലാതായാൽ, ഞങ്ങൾക്ക് അഭിനയിക്കാൻ അവസരമില്ലാതായാൽ കൂലിപ്പണിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് പുതിയ കമ്പനികൾ ഇനിയും വരണം, അത് വിജയിക്കണം, അത് വിജയകരമാകണം, പ്രൊഡ്യൂസർക്ക് ലാഭമുണ്ടാകണം, അഭിനയിക്കുന്നവർക്ക് മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ ചെയ്യാനുള്ള വേഷങ്ങൾ കിട്ടണം. അതിലൂടെ നടന്മാരും നടിമാരും ഒക്കെ വിജയിക്കണം. ഇപ്പൊ പുതിയ നായിക മലയാളത്തിലേക്ക് ഉദയം ചെയ്യുകയാണ്. അപ്പൊ എല്ലാവരും ഉൾപ്പെടെ ഈ സിനിമയിൽ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ്. ഒരു പ്രൊഡ്യൂസർ മാത്രമല്ല, ഒരു ഡയറക്ടർ മാത്രമല്ല, പുതിയ നായകനുണ്ട്. പുതിയ നായകൻ ഒരു മെന്റലിസ്റ്റ് ആയിട്ടുള്ള റൈറ്റർ. അപ്പൊ എല്ലാവരും അവരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഭയങ്കര ആഗ്രഹത്തോടെ സ്വപ്നത്തോടെ കാണുന്ന ഒരു പ്രൊജക്റ്റാണ് പ്രൊഡക്ഷൻ നമ്പർ 1 എന്നാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്തിട്ടില്ല സംസാരിക്കാനോ കൊള്ളാനോ ഒന്നും. ബിക്കോസ് എനിക്ക് ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുന്ന വരെ ഇത് ഹാപ്പനിങ് ആണ്, ലൈക്ക് നടക്കുന്നുണ്ട് എന്നുള്ളത് ഐ വാസ് നോട്ട് ഷുവർ. ലൈക്ക് എന്താ ഒരു മലയാളി കുട്ടിയായിരുന്നിട്ട് അതും കാസർഗോഡിൽ നിന്ന് ഒരു മീഡിയയിലേക്ക് പോയി ഒരു 7 years ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ എനിക്ക് മലയാളത്തിൽ ഒന്നും ചെയ്യാനുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കറക്റ്റ് ടൈമിലാണ് കറക്റ്റ് വിഷയം നടക്കുക എന്നുള്ളത് പറയുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഓക്കെ, ഇതിനു വേണ്ടിയിട്ടായിരിക്കും ഇത്രയും ദിവസം ഞാൻ എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചത് എന്നുള്ളത്. സോ അതും ആദ്യത്തെ സിനിമ, നല്ലൊരു സ്ക്രിപ്റ്റ്, നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. എന്നെ ഇതിൽ എത്തിച്ച മുജീബ് ക, സബുസ്, ഒരുപാട് നന്ദി. ഞാൻ എപ്പോഴും കടമപ്പെട്ടിരിക്കും നിങ്ങൾക്ക്. എൻ്റെ ഫസ്റ്റ് ഡയറക്ടറാണ് മലയാളത്തിലെ. സോ നിങ്ങൾ ഓഹോ എന്ന് പോകുന്ന പോലെ ഞാൻ ഓഹോ എന്ന് പോകുന്നു വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഈ പൂജയിൽ
ഞാൻ പങ്കെടുക്കുന്ന ഈ പരിപാടി, ഈ പൂജ, ഈ സിനിമ അത് ഏറ്റവും നല്ല രീതിയിൽ ഒരു തടസ്സങ്ങളും കൂടാതെ, ഒറ്റ ഷെഡ്യൂളാണെങ്കിൽ ഒറ്റ ഷെഡ്യൂൾ, അല്ലെങ്കിൽ ഷെഡ്യൂളുകളൊന്നും തന്നെ പ്രോബ്ലം ഉണ്ടാവാതെ ഭംഗിയായി ഐശ്വര്യകരമായി ഗംഭീരമായി ഈ സിനിമ ഷൂട്ട് ചെയ്ത് ആദ്യഘട്ടത്തിൽ തീർക്കാനും അത് വൻ വിജയമാക്കി തീർക്കാനും അവരെ അനുഗ്രഹിക്കണം. അതിൽ ആ സിനിമയിൽ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എൻ്റെ സാന്നിധ്യം കൂടെ നിലനിർത്തിക്കൊണ്ട് കൊടുത്തുകൊണ്ട് ഇതിനെ ഏറ്റവും കൂടുതൽ വമ്പൻ വിജയമാക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. അങ്ങനെ ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി സിനിമയെ പ്രണയിക്കുന്ന, സമർപ്പിച്ചിരിക്കുന്ന ആത്മാർത്ഥതയുള്ള ആ ഒരു വ്യക്തിയോടൊപ്പം ദൈവികമായ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും. രണ്ടാമത്, അതിനുവേണ്ടി പുറകെ ഒരു പ്രൊഡ്യൂസറാണ് ഏറ്റവും പ്രധാനം. പ്രൊഡ്യൂസറിനെ കിട്ടാൻ ഡയറക്ടറും, നല്ല ഡയറക്ടർമാരെ കിട്ടാൻ വേണ്ടി പ്രൊഡ്യൂസർമാരും ഓടി നടക്കുന്ന കാലങ്ങളാണ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റുന്നത്. വിനോദ് സാറ് കഴിഞ്ഞ 30 വർഷം കൊണ്ട് പ്രൊഡക്ഷൻ കൺട്രോളറായി അങ്ങനെ പ്രവർത്തിച്ചു വരികയും ഒത്തിരി എക്സ്പീരിയൻസുകൾ സിനിമാ മേഖലയിലൂടെ മനസ്സിലാക്കിയെടുത്ത അദ്ദേഹം ഈ സിനിമയെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഗദ്ഗതം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ടമിടറിയപ്പോൾ ഒരു കാര്യം വീണ്ടും മനസ്സിലായി. ആ നിർമ്മല ഹൃദയം, നിഷ്കളങ്ക ഹൃദയം, വേദങ്ങളിൽ പറയുന്ന പോലെ ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവന് ദൈവത്തെ ലഭിക്കും എന്ന്. ആ ഒരു നന്മ, ആ നൈർമല്യം അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കണ്ടു. നിറഞ്ഞ കണ്ണുകളോടെയാണ് അദ്ദേഹം അവിടെ വന്ന് ഇരിക്കുകയുണ്ടായത്. ലോക സിനിമയിൽ പോലും ഇന്ന് വരെ ഇല്ലാത്ത ഒരു സംഭവം ഈ സിനിമയിലുണ്ട്. ഇത്ര മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ ഈ സിനിമയെ സംബന്ധിച്ച്. ഞാൻ കഴിഞ്ഞ 14 വർഷമായി ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. മരുന്നില്ലാത്ത ചികിത്സാ രീതികളായിട്ടുള്ള ഹിപ്നോട്ടിസം, പ്രാണിക് ഹീലിംഗ്, റിഫ്ലക്സോളജി, അക്യുപങ്ചർ, അക്യുപ്രഷർ, സൈക്കോതെറാപ്പി തുടങ്ങിയ മരുന്നില്ലാത്ത ചികിത്സാ രീതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഈ 14 വർഷം എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്, ഈ എക്സ്പീരിയൻസിൽ നിന്നും ഒരു താള് ഞാൻ തുറന്നിട്ടാണ് ഈ ഒരു സ്റ്റോറി ഞാൻ എഴുതിയത്. Here we go. നല്ലൊരു കൈഡിയാവാം. We are a movie house produced ചെയ്യുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ is It's Dr. Bennett. ഒരു സിനിമയിൽ ഒരിക്കലും അവസരം കിട്ടണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഒരു ന്യൂസ് പേപ്പർ ബോയിനെ പോലും, ന്യൂസ് പേപ്പർ കൊണ്ട് ഇട്ട് കൊടുക്കുന്ന സീൻ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. സിനിമയില്, ഈ ഫിലിമില് ഇവരോടൊപ്പം കൈകോർത്തുകൊണ്ട് നല്ല രീതിയിൽ അഭിനയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇവിടെ വരെ എത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പുതിയ ഒരു താരം ഹീറോയിനാണ് മലയാളത്തിലേക്ക് ആദ്യമായി എൻട്രി ചെയ്യുകയാണ് ആയിഷയെ സംബന്ധിച്ചിടത്തോളം തമിഴിലും സീസൺ 6 ബിഗ് ബോസിൽ അഭിനയിച്ചു. അതേപോലെ തന്നെ തെലുങ്ക് സിനിമകളിലൊക്കെ വേഷങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആദ്യം തന്നെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു എൻട്രി എന്ന് പറയുമ്പോൾ നല്ലൊരു മാസ് എൻട്രി ആവണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു മാസ് എൻട്രി നമ്മൾ കൊണ്ടുവരികയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പടങ്ങളിലായിട്ട് വീണ്ടും ആയിഷ മുന്നോട്ട് മലയാളത്തിൽ പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സിനിമയുമായിട്ട് ഏകദേശം ഞാനും ഇതിന്റെ റൈറ്ററും കൂടെ ഒരു 3 വർഷക്കാലം ഇതുമായി ബന്ധപ്പെട്ട് യാത്രകൾ നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്. ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മുന്നിൽ നിന്ന് കാണുന്നു, പിന്നിൽ നിന്ന് കുത്തുന്നവരൊക്കെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിലാണ് ഇത് മുന്നോട്ട് പോയത്. എങ്കിലും ഈ അവസരത്തിൽ എനിക്ക് പറയാതെ വയ്യ, ഇതൊരു ഗംഭീര സിനിമ തന്നെയാണെന്നാണ് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും. അത് കഴിഞ്ഞ് ഈ ഫിലിമിലും ഞാൻ നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട്. അവരെനിക്ക് തരുന്നുണ്ട്. അതായത് ഡയറക്ടർ TS അബുവും വിനോദ് വാസുദേവനും എനിക്ക് തരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടും പടം വൻപിച്ച വിജയമാകണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് എല്ലാവിധ ആശംസകളും കൊടുക്കുന്നു.